ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ പ്രധാനമായും ചിന്തിച്ചുകൊണ്ടിരുന്നത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന ഭാഗത്തെക്കുറിച്ചാണല്ലോ. അതിൻ്റെ 9-ാമത്തെ ഭാഗത്തേക്ക് നമ്മൾ കിടന്നു വന്നിരിക്കുകയാണ്. 9-ാമത്തെ ഭാഗം കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമ്മൾ പ്രധാനമായും ചിന്തിച്ചത് എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായും ചിന്തിച്ചുകൊണ്ടിരുന്നത്. അവിടെ അപ്പോസ്തലന്മാർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിനായിരുന്നു എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് അവിടെ പറഞ്ഞത്? മറ്റൊരുത്തനിലും രക്ഷയില്ല എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതായത് മനുഷ്യരുടെ നൽകപ്പെട്ടിരിക്കുന്ന വേറൊരു നാമവുമില്ല. അത് യഹോവയുടെ നാമമാണോ? ഒരിക്കലുമല്ല. യഹോവയുടെ നാമമായിരുന്നെങ്കിൽ പുതിയ നിയമത്തിലുടനീളം ആ നാമം അത് വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്ത് വന്നേക്കുമായിരുന്നു. ഒരിക്കലും ആ നാമം വൃഥ എടുക്കരുതെന്ന് പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന് താക്കീത് കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ പറയുകയാണ്, ഒരേ ഒരു നാമം. അതാരുടെ നാമമാണ്? യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമം നമ്മൾ പലപ്പോഴും പഠിക്കുമ്പോൾ, സക്കറിയാവിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, സക്കറിയാവിൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സക്കറിയാവിൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. സക്കറിയാവിൻ്റെ പുസ്തകം 14-ാം അധ്യായം 9-ാമത്തെ വാക്യം. യഹോവ സർവ്വഭൂമിക്കും രാജാവാകും. അന്നാളിൽ യഹോവ ഏകനും അവൻ്റെ നാമം ഏകവുമായിരിക്കും എന്ന് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം അനേകം നാമങ്ങൾ ദൈവത്തിനുണ്ടെങ്കിലും ഏകമായ ഒരു നാമം അന്നുണ്ടാകും. എപ്പോഴാണ് എന്ന് അവിടെ നമ്മൾ വായിക്കുമ്പോൾ 14-ാം അധ്യായത്തിലെ 4-ാം വാക്യം, അതായത് സക്കറിയാവിൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അന്നാളിൽ അവൻ്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറ് നടുവെ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പകുതി വടക്കോട്ടും മറ്റേ പകുതി തെക്കോട്ടും വാങ്ങിപ്പോകും. എന്നാൽ മലകളുടെ താഴ്വര ആസൽ വരെ എത്തുന്നത് കൊണ്ട് നിങ്ങൾ എൻ്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും. യഹൂദ രാജാവായ ഉസിയാവിൻ്റെ കാലത്ത് നിങ്ങൾ ഭൂകമ്പമേതുവായി ഓടിപ്പോയവരെ നിങ്ങൾ ഓടിപ്പോകും. എൻ്റെ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും. അന്നാളിൽ വെളിച്ചമുണ്ടാകുകയില്ല, ജ്യോതിർഗോളങ്ങൾ മറഞ്ഞു പോകും. യഹോവയെ മാത്രം അറിയുന്ന ഒരു ദിവസം വരും. അത് പകലല്ല, രാത്രിയുമല്ല, സന്ധ്യാസമയത്ത് വെളിച്ചവുമാകും. അപ്പം പഴയ നിയമത്തിൽ യഹോവ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവ് ഇസ്രായേലിനുള്ള വീണ്ടെടുപ്പിൻ്റെ ഭാഗമായി വരുമ്പോൾ, വിശുദ്ധന്മാരോടൊപ്പം വരുമ്പോൾ ഉള്ള കാഴ്ചയാണ് നമ്മളവിടെ വായിച്ചത്. അവിടെ എഴുതിയിരിക്കുകയാണ്, അന്നാളിൽ എന്താണ്? യഹോവ ഏകനാണ്. യഹോവയിൽ രണ്ടാമതൊരാളില്ല, മൂന്നാമതും ഒരാളില്ല എന്നുള്ള കാര്യമാണ് അന്നാളിൽ സക്കറിയാവ് എഴുതി വെച്ചിരിക്കുന്ന പ്രധാനമായ കാര്യമെന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഏക നാമം മാത്രമേ അന്ന് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ആ നാമം ഏതാണ് എന്ന് അപ്പോസ്തലന്മാർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അവർ പറഞ്ഞു, വേറൊരുത്തനിലും രക്ഷയില്ല, രക്ഷപ്പെടുവാൻ ഒരൊറ്റ നാമമേ ഉള്ളൂ. അതേതാണ്? യേശു ക്രിസ്തുവിൻ്റെ നാമമാണ് എന്ന് അവരൊക്കെ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് അവരെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും യേശു ക്രിസ്തുവിൻ്റെ നാമക്കാരനാണ്. ഇപ്പോൾ എന്നെ കേൾക്കുന്നവർ നിങ്ങൾ വിചാരിക്കും, ഞാൻ യേശു ക്രിസ്തുവിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ നാമത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ എനിക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമക്കാരൻ പ്രസംഗിക്കാൻ വന്നല്ലോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുമെങ്കിലും, പത്രോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. 1 പത്രോസ് 4-ാം അധ്യായം അതിൻ്റെ 14 വാക്യം വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം പത്രോസ് രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 1 പത്രോസിൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള 14 മുതൽ
16 വരെ 16 വാക്യങ്ങളിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 4-ാം അധ്യായം 14-16 വാക്യങ്ങൾ. ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി ആ ഭാഗം വായിക്കുകയാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. വളരെ വ്യക്തമായിട്ട് പത്രോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുകയാണ്. ക്രിസ്തുവിന്റെ നാമം, അതായത് യേശു ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിങ്ങൾ നിന്ന് സഹിക്കേണ്ടി വന്നാൽ എന്താണ്? നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. ആ ഭാഗ്യം ഞാനും ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഈ വചനത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുന്ന കാര്യം. ഞാൻ ആ വചനം ഇഷ്ടപ്പെടുന്നു. കാരണം യേശു ക്രിസ്തുവിന് വേണ്ടി നിന്ന് സഹിക്കുവാൻ, അതായത് നീ യേശുക്കാരനാണ് നിന്ന് പറയുമ്പോൾ നിന്ന് എന്താണ്, ഞങ്ങൾ അതിനെ ഉൾക്കൊള്ളുന്നു, അല്ലെങ്കിൽ ഞാൻ അതിനെ ഉൾക്കൊള്ളുന്നു എന്ന് പറയുവാൻ അപ്പോസ്തലന്മാർക്ക് കഴിഞ്ഞുവെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും അതിന് കഴിയണം. കാരണം നമ്മൾ യേശു ക്രിസ്തുവിനെ ധരിച്ചവരാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. കാരണം രക്ഷപ്പെടുവാൻ ആകാശഭൂമിക്കും കീഴെ വേറൊരു നാമവുമില്ല. വേറൊരു നാമം ദൈവം തന്നിട്ടില്ല. ദൈവം തന്നിരിക്കുന്നത് ഒരേ ഒരു നാമമാണ്, യേശു ക്രിസ്തു. പാപങ്ങളിൽ നിന്ന് ജനത്തെ അവൻ്റെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കേണ്ടത് കൊണ്ട് അവൻ യേശു എന്ന് പേരിടണം എന്ന് ദൈവദൂതൻ കൽപ്പിച്ചത് നമുക്കറിയാം. മറിയയോട് പറഞ്ഞത് നമുക്കെല്ലാം അറിയാം. ഗബ്രിയേൽ ദൂതൻ പറഞ്ഞത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതേ കാര്യം തന്നെയാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കഷ്ടമനുഭവിക്കേണ്ടി വന്നാൽ, അല്ലേ? അപ്പോൾ 16-ാമത്തെ വാക്യത്തിൽ ക്രിസ്ത്യാനി കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് അത്ര വേണ്ടത്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ നാമം ധരിച്ചു കഴിഞ്ഞാൽ അവനെ മഹത്വപ്പെടുത്തുകയാണ് വേണ്ടത്. അല്ലാതെ അയ്യോ യേശു ക്രിസ്തുവിന്റെ നാമക്കാരനാണ് എന്ന് പറയുമ്പോൾ ലജ്ജിതനായി മാറി നിൽക്കുക. അയ്യോ ഇവന് ലജ്ജ അവന് എന്താ പറയുക, യേശു ക്രിസ്തുവിന്റെ നാമക്കാരനാണ് പോലും തള്ളിക്കളയുമ്പോൾ നമ്മൾ ഓരോരുത്തരാണ് ഇവിടെ പത്രോസ് പറയുന്നത്, ലജ്ജ എന്താണ്? ലജ്ജത്തെ മുന്തിയരുത്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ലജ്ജിക്കുവാൻ പാടില്ല. 2, ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തണം. അതാണ് ഓരോ വിശ്വാസിക്കും വേണ്ടത്. കാരണം അവൻ എന്താണ്? സഭയുടെ അടിസ്ഥാനമാണ്. അവൻ നമ്മുടെ ആരാണ്? സഭയോ നമ്മുടെ രക്ഷകനാണ്. ഈ രക്ഷകനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ രക്ഷകന് നമ്മൾ എന്ത് ചെയ്യണം? വേണ്ട വിധമായ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് ഈ ദൈവവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ തൃത്വക്കാർ പറയുന്നത് പോലെ യേശു ക്രിസ്തു രണ്ടാമനാണ്, വേറെ പിതാവ് കൂടിയുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് യേശു ക്രിസ്തു നല്ല പരസ്യ ശുശ്രൂഷ കാലത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്. പിതാവിനെ കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ, ഞാൻ ഇത്രയും നാൾ നിന്റെ കൂടെ ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസ് എന്ന് ചോദിച്ച കർത്താവിൻ്റെ ആ ഒരു വാക്കുകൾ നമുക്ക് മനസ്സിലാക്കുന്നത് മറ്റൊരാൾ കർത്താവിലില്ല, അല്ലെങ്കിൽ ദൈവത്തിൽ മറ്റൊരാളില്ല എന്നുള്ള കാര്യമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്താണ്? യേശു ക്രിസ്തുവിന്റെ നാമം നിമിത്തം നിങ്ങൾ എന്ത് ചെയ്യണം? നിന്ദരായാൽ എന്താണ്? നിങ്ങൾ ഭാഗ്യവാന്മാർ എന്നാണ് ആർക്ക് പറയുവാനുള്ളത്? പത്രോസിന് പറയുവാനുള്ളത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ എന്ത് ചെയ്യണം? പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവേൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിക്കുവാൻ ഇടവരുമെന്നാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ആ ശാസ്ത്രിമാരുടെ മുമ്പിൽ പത്രോസ് പറഞ്ഞ എന്താണ്? ആകാശവും ഭൂമിയിലും ആകാശം കീഴിൽ തന്നിരിക്കുന്ന വേറൊരു നാമമില്ല, നിങ്ങൾ രക്ഷപ്പെടേണ്ടതിന് ഈ നാമം തന്നെയുള്ളൂ, വേറൊരു നാമമില്ല എന്ന് വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതിന് കാര്യം ഇതാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ടാണ്
ഈ വചനത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈ നാമത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോൾ, ഈ നാമത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ്, അവർക്കൊക്കെ എന്തായിരുന്നു, ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും ഒക്കെ എന്തായിരുന്നു, പുച്ഛമായിരുന്നു. അത് അവർ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടായിരിക്കാം പത്രോസ് തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയത്: ക്രിസ്ത്യാനിയെ കഷ്ടം സഹിക്കേണ്ടി വന്നാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്. പത്രോസിൻ്റെ ലേഖനത്തിൽ എന്താണ് പറഞ്ഞത്? ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിങ്ങൾ സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ആരാണ്? ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് ആ അനുഭവം പത്രോസിനുള്ളത് കൊണ്ടാണ് പത്രോസ് തൻ്റെ ലേഖനത്തിൽ എഴുതി, നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ആരാണ്? ഭാഗ്യവാനാണ്. ഭാഗ്യവാൻ എന്നാണ് പത്രോസിന് പറയുവാനുള്ളത് എന്നുള്ള കാര്യം നമ്മളിപ്പോൾ വായിച്ചു. ഇവിടെ എന്താണ് കാണുന്നത്? ഇവിടെ അത് ഈ കാര്യം തന്നെയാണ്. 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അവരോട് ന്യായാധിപ സംഘത്തിൽ നിന്ന് പുറത്തു പോകുവാൻ കൽപ്പിച്ചിട്ട് അവർ തമ്മിൽ ആലോചിച്ചു. 16-ാമത്തെ വാക്യത്തിൽ ഈ മനുഷ്യരെ എന്ത് ചെയ്യണം? പ്രത്യക്ഷമായ ഒരു അടയാളം അവർ ചെയ്തിരിക്കുന്നു എന്ന് യെരുശലേമിൽ പാർക്കുന്ന എല്ലാവർക്കും പ്രസിദ്ധമല്ലോ, നിഷേധിക്കുവാൻ നമുക്ക് കഴിവില്ല എന്ന് അവിടെ പറയുന്നു. എങ്കിലും അത് ജനത്തിലധികം പരക്കാതിരിക്കുവാൻ അവർ യാതൊരു മനുഷ്യനോടും ഈ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്ന് നാം അവരെ തർജ്ജനം ചെയ്യുന്നു എന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ നാമം സംസാരിക്കുന്നത് എതിർക്കുക എന്നുള്ളത് പിശാചിന്റെ പരിപാടിയാണ്. അതുപോലെയാണ് ഈ ശാസ്ത്രിമാരും ന്യായാധിപ സംഘമൊക്കെ എന്താണ്, ഈ നാമത്തിൽ ഇനി എന്ത് ചെയ്യരുത്, സംസാരിക്കരുത് എന്ന് അവരോട് ഉപദേശിച്ചു. അപ്പോൾ ആ നാമത്തിന് അത്രയധികം പ്രാധാന്യമുണ്ട്. ആ നാമം അത്രയധികം ഭയപ്പെടുത്തുന്ന നാമമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുവാനുള്ള കാരണം എന്നുള്ളതാണ്. 18-ാമത്തെ വാക്യത്തിൽ പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കരുത് എന്ന് കൽപ്പിച്ചു. സംസാരിക്കുകയും ചെയ്യരുത്, അശേഷം ഉപദേശിക്കുകയും ചെയ്യരുതെന്ന് അവർക്ക് എന്ത് ചെയ്തു? താക്കീത് കൊടുത്തു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന് പത്രോസ് യോഹന്നാനും ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിക്കുവിൻ. അവരതൊന്നും പറഞ്ഞിട്ട് എന്താണ്, അവർ പുറകോട്ട് മാറിയൊന്നുമില്ല. അവിടെ നിയമം പലതുമാണ്. എങ്കിലും അവിടെ ന്യായാധിപ സംഘം എന്ന് പറയുമ്പോൾ അവരാണ് നിയമം തീരുമാനിക്കുന്നത്. അവിടുത്തെ രാജ്യത്തിന് നിയമം തീരുമാനിക്കുന്നു. പക്ഷേ അവരെന്ത് ചെയ്തില്ല? ആ നിയമവ്യവസ്ഥയൊന്നും അവരംഗീകരിച്ചില്ല. അവരോടും സംസാരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അവർ സംസാരിക്കുക തന്നെ ചെയ്തു. അതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. അവരെന്ത് ചെയ്തില്ല? പുറകോട്ട് പോയില്ല. അവർ യേശുക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി നിന്നു എന്നുള്ളതാണ് അവരെക്കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാകുമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.